വാർത്തകൾ വിശദമായി നോക്കാം. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. തെരച്ചിലിനായി പോയ RRT അംഗം ജയസൂര്യയ്ക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചെയ്യുന്നുണ്ട്. രാജേഷ്, വീണ്ടും പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എവിടെ വെച്ചാണ് ഉണ്ടായത്? എപ്പോഴായിരുന്നു സംഭവം? വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിന് കുറച്ച് മുന്നേ ആയിരുന്നു ഈ ദൗത്യ സംഘത്തിൽപ്പെട്ട RRT സംഘത്തിൽപ്പെട്ട ജയസൂര്യക്ക്, ഇദ്ദേഹം ഒരു BFO ഉദ്യോഗസ്ഥനാണ്, ഇദ്ദേഹത്തിന് നേരെ ഒരു കടുവയുടെ ആക്രമണം ഉണ്ടാവുന്നത്. ഇത് ദൗത്യം പരിശോധിക്കുന്നതിനിടയിലാണ്, ഒരു ദൗത്യത്തിനിടെ ഉൾക്കാട്ടിലേക്ക് നീങ്ങുന്ന ഇടയിലാണ് ഇതുപോലെ കടുവ ദേഹത്ത് ചാടി ഇദ്ദേഹത്തിനൊരു പരിക്ക് പറ്റുന്നത്. എന്നാൽ ആശ്വാസമുള്ള വാർത്ത എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പരിക്ക് ഒരു ഗുരുതരമല്ല, വലത് കൈക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രി, മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു എന്നൊരു വാർത്ത ഇതിനോടൊപ്പം പുറത്തു വരുന്നു. ഇന്ന് 11 മണിയോടെ ആയിരുന്നു ഇതുപോലൊരു ദൗത്യ സംഘത്തിന് നേരെ വീണ്ടും ഒരു നരഭോജി കടുവയുടെ ഒരു ആക്രമണം ഉണ്ടാവുന്നത്. എന്നാൽ 2 ദിവസം മുന്നേ ഒരു പഞ്ചാരക്കുള്ളി സ്വദേശിയായ രാധയുടെ മരണത്തിന് കാരണമായ ഇതേ കടുവ തന്നെയാണ് ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥന് നേരെ, അല്ലെങ്കിൽ ഒരു വിദഗ്ധ പരിശീലനം കിട്ടിയ ഒരു RRT സംഘത്തിലെ ഉദ്യോഗസ്ഥന് നേരെ, അംഗത്തിന് നേരെ മറ്റൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വനവകുപ്പ് സ്ഥിരീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു നരഭോജി കടുവ തന്നെയാണെന്നൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വനവകുപ്പ് പുറത്തുവിടുന്നത്. അതോടൊപ്പം തന്നെ ഈ നരഭോജിയായ കടുവയെ വെടിവെക്കാനുള്ള, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. പ്രധാനമായും ദേശീയ കടുവ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കടുവ നരഭോജിയാണെന്ന് കണ്ടെത്തിയാൽ അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടാം. അത് വനവകുപ്പ് മന്ത്രി ഈ രാധയുടെ മരണത്തിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിച്ച സാഹചര്യത്തിൽ തന്നെ ഈ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിട്ടിരുന്നു. എന്നാൽ വനവകുപ്പ് പ്രധാനമായി പ്രാഥമിക പരിഗണന നൽകിയത് ഈ കടുവയെ പിടികൂടാനാണ്, ഒരു കൂട് വെച്ച് പിടികൂടാനുള്ള പരിഗണനയായിരുന്നു പ്രാഥമികമായി വനവകുപ്പ് കണ്ടിരുന്നത്. എന്നാൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ വിദഗ്ധ പരിശീലനം കിട്ടിയ RRT സംഘത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഇനി വരും തുടർ നടപടി ദൗത്യത്തിന്റെ ഭാഗമായി ഈ കടുവയെ പിടിക്കുന്നതിന്റെ ഭാഗമായി ഈ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വനവകുപ്പിന് മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും തന്നെ ഇന്ന് രാവിലെയോടെയായിരുന്നു ഒരു വിദഗ്ധ പരിശീലനം കിട്ടിയ ഒരു സംഘത്തിന് നേരെ ഇതുപോലെ ഒരു കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത്. മറ്റൊരു ചോദ്യം, അപ്പോൾ ഈ സ്ഥലത്ത് വീണ്ടും ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഇവിടുത്തെ പ്രദേശവാസികളായ സമീപവാസികൾ, മേഖലയിലുള്ള താമസിക്കുന്നവർക്ക് എത്രത്തോളം സുരക്ഷിത ഉണ്ട് എന്ന ചോദ്യം കൂടിയാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും പ്രധാനമായി ഈ പരിക്കേറ്റ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ RRT സംഘം ജയസൂര്യയെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആശ്വാസമുള്ള വാർത്ത എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് വലതു കൈക്ക് സാരമായി പരിക്ക് മാത്രമാണ് പറ്റിയിട്ടുള്ളത് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. അതേസമയം തന്നെ ഇദ്ദേഹത്തിന് നേരെ കടുവ ചാടുകയായിരുന്നു എന്നൊരു വാർത്ത കൂടി വനവകുപ്പ് പുറത്തുവിടുന്നുണ്ട്. എന്തായാലും വീണ്ടും ഒരു ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഈ കടുവ നരഭോജി കടുവ തന്നെയാണ്, അല്ലെങ്കിൽ മനുഷ്യ ചോരയുടെ രുചി കിട്ടിയ കടുവ വീണ്ടും വന്നിരിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത് പ്രാഥമിക പരിഗണന, തൊട്ടു പിന്നാലെയുള്ള പ്രാഥമിക പരിഗണന കൂട് വെച്ച് പിടികൂടാനാണെങ്കിൽ ഇനിയുള്ള വനവകുപ്പിന്റെ പ്രധാന ദൗത്യം ഇതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ദൗത്യം തന്നെയായിരിക്കും ഇനി തുടരുന്നത്. എന്നാലും സമീപ മേഖലയിൽ തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം വനവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. എന്തായാലും തന്നെ ജയസൂര്യയെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റംഗങ്ങൾ കടുവ വെടിവെച്ചു എന്നൊരു വാർത്ത കൂടി വനവകുപ്പ് പുറത്തു വരുന്നുണ്ട്. എന്നാൽ അത് ഇതുവരെ വനവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ സമീപവാസികൾ ആരും ഈ വെടിവെച്ചയുടെ ശബ്ദം കേട്ടിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും വനവകുപ്പ് ഇതിനെല്ലാം സ്ഥിരീകരണം നൽകുന്നുണ്ട്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വന്യജീവി ആക്രമണം, അല്ലെങ്കിൽ കടുവയുടെ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ ഒരു ഉന്നതതല യോഗം തന്നെ ഇവിടെ വയനാട് ചേരുന്നുണ്ട്. അല്പസമയത്തിനകം ഇതിന്റെ തീരുമാനങ്ങളെല്ലാം ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളും വിവിധ ആക്ഷൻ പ്ലാൻ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വരും മണിക്കൂറിൽ പുറത്തുവരും. എന്തായാലും ആശ്വാസമുള്ള വാർത്ത എന്ന് വെച്ചാൽ കടുവ ആക്രമണത്തിൽ ഈ RRT സംഘത്തിൽപ്പെട്ട ജയസൂര്യക്ക് ഒരു ഗുരുതര പരിക്കില്ല, സാരമായി പരിക്കുള്ളൂ എന്നൊരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഹരിത. രാജേഷ്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, കഴിഞ്ഞ ദിവസമാണ് കടുവയുടെ ആക്രമണത്തിൽ രാധ എന്നൊരു സ്ത്രീ കൊല്ലപ്പെട്ടത്. ഇന്ന് തെരച്ചിലിന് പോയ RRT അംഗത്തിനാണ് ഇപ്പോൾ കടുവയുടെ ആക്രമണത്തിൽ വീണ്ടും പരിക്കേറ്റത്. അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണോ അവിടെ ഉള്ളത്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്?
അതിന് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഈ ദൗത്യസംഘവും ഈ അരുൺ സക്കറിന്റെ നേതൃത്വമുള്ള വെറ്റിനറി സംഘം എല്ലാം ഈ പ്രദേശത്ത് തന്നെ നിലവിലുണ്ടെന്ന് തമ്പടിച്ചിട്ടുണ്ട്. കൂടുതൽ കൊച്ചിയിലടക്കമുള്ള തെർമൽ ക്യാമറകൾ ഉപയോഗിച്ചുള്ള വ്യാപക തെരച്ചിലും ഇന്നുണ്ടാകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും വ്യാപക തെരച്ചിലപ്പുറം ഒരു വിവിധ സാങ്കേതിക വിദ്യകൾ തെർമൽ ക്യാമറകൾ ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇന്ന് വനത്തിന്റെ ഭാഗത്തുണ്ടാവും. എന്തായാലും പഞ്ചാരക്കുല്ലി താരാട്ട് ഭാഗത്തു നിന്നാണ് ഇന്ന് ഇതുപോലെ ഒരു കടുവയുടെ ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. ഇതിൽ തന്നെ എല്ലാം വ്യക്തമാണ്. മനുഷ്യ മാംസം കഴിച്ച കടുവ വീണ്ടും ജനവാസ മേഖലയിൽ തന്നെ നിലകൊണ്ടിട്ടുണ്ട്. എന്തായാലും ഈ പഞ്ചാരക്കുല്ലി ഭാഗത്ത് 1 കിലോമീറ്റർ അകലെ തന്നെ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെന്നാണ് കടുവ സാന്നിധ്യം ഉണ്ടെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. അതുപോലെ തന്നെ പ്രാഥമിക പരിഗണന നൽകിയ പിടികൂടുക എന്നതിനപ്പുറം വനംവകുപ്പിന് ഇപ്പോൾ വെടിവെച്ച് കൊല്ലാം എന്ന സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. എന്നാലും ഉന്നതതല യോഗങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഈ തുടർ നടപടി ഭാഗമായി ഇനി വരും മണിക്കൂറിൽ വനംവകുപ്പ് സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമാണെന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരാം. എന്തായാലും ആശുപത്രി പ്രവേശിച്ച RRT സംഘത്തിൽപ്പെട്ട ജയസൂര്യയുടെ പരിക്ക് ഗുരുതരമല്ല എന്നൊരു ആശ്വാസ വാർത്തയാണ് വയനാട് സംബന്ധിച്ചോളം ഇപ്പോൾ പുറത്തു വരുന്നത്. ആതിര, രാജേഷ്, അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരമാണ് കടുവയെ കണ്ടതായിട്ട് പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ സൂചിപ്പിച്ചത്. വീണ്ടും ഇന്ന് കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഒരു RRT സംഘത്തിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. പ്രദേശത്തടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് നൽകിയിരിക്കുന്നത്? അതിന് പ്രധാനമായും വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് വയനാട് ജനങ്ങൾ. എന്തായാലും ഒരു ജീവൻ നഷ്ടപ്പെട്ട പഞ്ചാരക്കുള്ളി സ്വദേശിയായ രാധയുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്രയധികം ഒരു പ്രതിഷേധം അലയടിക്കുന്നത്. പ്രധാനമായും നാട്ടുകാരെല്ലാം പ്രത്യക്ഷമായി തന്നെ പ്രതിഷേധത്തിന്റെ രംഗത്തെത്തിയിരുന്നു. ഇന്നലെ അടക്കം വനവകുപ്പിന്റെ ഓഫീസായ റേഞ്ച് ഓഫീസിലെ റേഞ്ച് ക്യാമ്പിലടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഇതുപോലെ ജനങ്ങൾ ഈ പ്രദേശവാസികൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പഞ്ചാരക്കൊല്ലി വാർഡ് മെമ്പർ ഫാത്തിമ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഫാത്തിമ, വയനാട് പഞ്ചാരക്കൊല്ലിയിലാണ് വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. തെരച്ചിലിനായി പോയ RRT അംഗത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്തെ ഒരു നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? കടുവയെ കണ്ടെത്താനുള്ള തിരച്ചിൽ എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? മാനന്തവാടി നഗരസഭയിലെ ഇന്നലെ ഉണ്ടായ ആ ഒരു പ്രതിഷേധത്തിനും നഗരസഭയിലെ 1-ാം ഡിവിഷനിലെ കടുവ ഭീഷണിയുമായി ബന്ധപ്പെട്ടുള്ള അതേ സംഭവത്തിൽ തന്നെയാണ് ഇന്നും ഒരു RRT ഉദ്യോഗസ്ഥന് പരിക്ക് പറ്റിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. കാരണം വനത്തിനുള്ളിലാണ് കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിനെ മെഡിക്കൽ കോളേജിൽ മാറ്റിയതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഒരു അറുതിയും വന്നിട്ടില്ല. കാരണം കടുവ ഈ സംഭവ പ്രദേശത്ത് നിന്ന് അധികം ദൂരത്തല്ലാത്തൊരു റിപ്പോർട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. എത്രയും പെട്ടെന്ന് കടുവയെ കണ്ടെത്തി അതിനെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായവും. എല്ലാ ആളുകളും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഭീതിയിലായൊരു സാഹചര്യമാണ് പ്രദേശത്ത് നിലവിലുള്ളത്. ശ്രീ ഫാത്തിമ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? കടുവയെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം, വനംവകുപ്പ്, RRT സംഘങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. 8 ടീമായി കൊണ്ട് തന്നെ 80ഓളം RRT സംഘങ്ങൾ ഇന്ന് വനത്തിനുള്ളിൽ തിരച്ചിൽ നടത്തുന്നതായിട്ടാണ് നമുക്ക് ഇന്നലെ ഉറപ്പ് കിട്ടിയിട്ടുള്ളത്. ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വനത്തിനുള്ളിലാണുള്ളത്. പ്രദേശത്തുള്ള പ്രതിഷേധം ജനങ്ങൾ ഒറ്റയ്ക്കായിട്ടുള്ള കൂട്ടായുള്ള പ്രതിഷേധങ്ങളൊക്കെ ഞങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ വനംവകുപ്പുമായി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായി പരിപൂർണമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ നരഭോജി കടുവയെ കൊല്ലുന്നതിനുള്ള നടപടികൾക്ക് എല്ലാ തരത്തിലും ജനങ്ങളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഒരുപോലെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ പ്രദേശത്തുള്ളത്. ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പ്രദേശവാസികൾക്ക് നൽകിയിട്ടുള്ളത്? ഇപ്പൊ നിലവിൽ ഞങ്ങള് RRT അംഗങ്ങൾ, അത് വനംവകുപ്പും മാനന്തവാടി നഗരസഭയും കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പ്രദേശത്തുള്ള എല്ലാ വഴികളിലൂടെയും അനൗൺസ്മെന്റും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ നിമിഷവും ആളുകൾ പുറത്തിറങ്ങരുത്, ജനങ്ങളോട് വനാതിർത്തികളിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കൊക്കെ ഉള്ള ജാഗ്രതാ നിർദ്ദേശം, അതുപോലെ പറമ്പിലും അടുത്തൊക്കെ പണിയെടുക്കുന്ന ആളുകളൊക്കെ ഈ ഒരു പ്രതിസന്ധി കഴിയുന്നത് വരെ വീടുകളിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള അനൗൺസ്മെന്റ് ആണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് നരഭോജിയായിട്ടുള്ള കടുവയെ പിടികൂടുക എന്നുള്ളത് മാത്രമാണല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് പിടികൂടുകയും ആദ്യം വേണ്ടത് നമുക്ക് ഓർഡർ കിട്ടിയതുപോലെ തന്നെ അതിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതും, അല്ലെങ്കിൽ കൂട്ടിൽ അകപ്പെട്ടാലും ഈ ഒരു പ്രദേശത്തുള്ള ആശങ്ക അതിനെ കണ്ടെത്തുക തന്നെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും ആശ്വാസകരം എന്ന് പറയുന്നത് തെരച്ചിലിനായി പോയ RRT സംഘത്തിനാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ജയസൂര്യയുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വനംവകുപ്പ് മന്ത്രിയുമായിട്ടുള്ള യോഗമൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നന്ദി ശ്രീ ഫാത്തിമ. പഞ്ചാരക്കൊല്ലി വാർഡ് മെമ്പർ ഫാത്തിമ ടീച്ചറാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. രാജേഷ് ഉണ്ട്. രാജേഷ്, കടുവയെ നരഭോജി കടുവയെ പിടികൂടാനുള്ള തെരച്ചിലിൽ തന്നെയാണ് അവിടുത്തെ വനം വകുപ്പ് അടക്കമുള്ള RRT സംഘങ്ങളൊക്കെ ഉള്ളത്. പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളടക്കമാണ് നൽകിയിരിക്കുന്നത്. തുടരാം. അതിനാൽ ഈ പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വാർത്ത എന്ന് വെച്ചാൽ ഈ തെരച്ചിൽ വ്യാപകമാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ വനംവകുപ്പ്. പ്രധാനമായും ഈ പ്രാഥമിക പരിഗണന ഇനി നൽകുന്നത്, അല്ലെങ്കിൽ വിവിധ രേഖകളെല്ലാം സമർപ്പിച്ച ശേഷം ഈ കടുവയെ പിടികൂടാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ വനംവകുപ്പ് മുന്നിൽ കാണുന്നത്. എന്തായാലും വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതും വിദഗ്ധ പരിശീലനം കിട്ടിയ ഒരു RRT സംഘത്തിന് നേരെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായ വാർത്തയാണ് ഇപ്പോൾ നിലവിൽ വയനാട് സംബന്ധിച്ചോളം പുറത്തുവരുന്നത്. അതേസമയം തന്നെ ഇങ്ങനെ വിദഗ്ധ സംഘത്തിന് നേരെയുള്ള ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന പ്രദേശവാസികൾക്ക് എത്രത്തോളം സുരക്ഷയുണ്ട്, അല്ലെങ്കിൽ ദിവസേന സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പരിസരവാസികൾ, ഈ ടാപ്പിംഗ് തൊഴിലാളികൾ, ഈ കർഷക തൊഴിലാളികൾ അടക്കമുള്ള ജനങ്ങൾക്ക് ഏത് രീതിയിലുള്ള സുരക്ഷ സർക്കാർ ഒരുക്കുമെന്ന കാര്യങ്ങളെല്ലാം ഒരു ചോദ്യചിഹ്നമാണ്. എന്തായാലും വീണ്ടും ഒരു തുടരുക. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷമീർ, വയനാട് പഞ്ചാരക്കൊല്ലിയിലാണ് ഇപ്പോൾ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നരഭോജി കടുവയെ കണ്ടെത്താനുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് അവിടുത്തെ നിലവിലെ ഇപ്പോഴത്തെ സാഹചര്യം? ഇവിടെ ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടിയാണ് തെരച്ചിലിനായി പുറപ്പെട്ട ദൗത്യ സംഘത്തിലെ RRT അംഗം, മാനന്തവാടി നോർത്ത് വയനാട് ഡിവിഷന് കീഴിലെ RRT അംഗം ജയസൂര്യ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇയാളുടെ പരിക്ക് സാരമുള്ളതല്ല എങ്കിലും കടുവ ഇയാളെ നേരിട്ട് ആക്രമിക്കുകയായിരുന്നു. ഇയാളെ കടുവയെ കണ്ട ഉടനെ പ്രതിരോധിക്കുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്. രണ്ട് കൈകൾക്കാണ് കടുവയുടെ മാന്തൽ ഏറ്റിട്ടുള്ളത്. ഇയാളെ വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതേസമയം തന്നെ ഇവിടെ കടുവയെ മയക്കുവെടിവെച്ചതായുള്ള വനത്തിൽ ഇപ്പോൾ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മയക്കുവെടിവെച്ചതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും വളരെ ഒരു ഗുരുതരമായ സ്ഥിതിയിലേക്കാണ് ഈ പഞ്ചാരക്കൊല്ലിയിലും പിലാക്കാവിലെയും സ്ഥിതിവിശേഷങ്ങൾ. ജനങ്ങളാകെ ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസമാണ് കടുവ ഒരു സ്ത്രീയെ പിടികൂടുകയും അവരെ ക്രൂരമായി കൊന്ന് ഭക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതിന് പുറമെയാണ് പിന്നെ രാവിലെ ഈ തെരച്ചിൽ സംഘത്തിന് നേരെ തന്നെ കടുവയുടെ ആക്രമണം ഉണ്ടായതാണ് ഇപ്പോൾ ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒരു തോട്ടം മേഖല കൂടിയാണ് ഇത്. ഇതിനാൽ തന്നെ നിരവധി ആളുകൾ ഇവിടെ എസ്റ്റേറ്റിലും മറ്റും തേയിലത്തോട്ടങ്ങളൊക്കെയാണ്, തൊഴിലാളികളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്, ജനവാസ മേഖലയാണ്. അതിനു പുറമെ ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി സർവകക്ഷി യോഗം ചേരുന്നതിന് സമീപത്തായി ഏകദേശം 200 മീറ്റർ മാറി വീടിന് സമീപത്ത് ജനവാസ മേഖലയിലും ഇന്നലെ കടുവയെ നേരിൽ കണ്ടിരുന്നു. സ്ത്രീകളും കുട്ടികളുമാണ് കടുവയെ നേരിൽ കണ്ടത്. ഇതെല്ലാം തന്നെ വളരെയധികം ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അതേസമയം കടുവയ്ക്ക് മയക്കുവെടിയേറ്റതായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുമുണ്ട്. ഈ ഒരു ജയസൂര്യ RRT അംഗം ജയസൂര്യയെ ഇപ്പോൾ വയനാട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാൾക്ക് അടിയന്തര ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി OR കേളുവും ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആശുപത്രിയിലുണ്ട്. ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് ഇപ്പോഴും തെരച്ചിൽ ഊർജിതമായി ദൗത്യസംഘത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ തെരച്ചിലും ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഏതൊക്കെ രീതിയിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ അവിടെ നടത്തുന്നത്? കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് അവിടെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നതല്ലേ? അതെ, 8 അംഗങ്ങളുള്ള 10 ടീമുകളായാണ് RRT സംഘം തെരച്ചിൽ നടത്തുന്നത്. ഡ്രോൺ ക്യാമറകളും എല്ലാം തന്നെ ഇതിനായി വിനിയോഗിക്കുന്നുണ്ട്, തെരച്ചിലിനായി വിനിയോഗിക്കുന്നുണ്ട്. എല്ലാ രീതിയിലുമുള്ള മയക്കുവെടി വെച്ചോ അതുപോലെ കൂടുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. 3ഓളം കൂടുകളും പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൂടുകളിൽ കുടുങ്ങുക അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടുക എന്ന മറ്റൊരു ദൗത്യം മാത്രമാണ് ഇപ്പോൾ സംഘത്തിനുള്ളത്. മറ്റു രീതിയിൽ എത്രയും പെട്ടെന്ന് ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നതായിരിക്കും ഇനിയുള്ള ഏക ലക്ഷ്യം. രണ്ടാമതൊരു ആക്രമണം കൂടി നടന്ന സാഹചര്യത്തിൽ
വളരെ ഒരു ഭീതിദായകമായ ഒരു സാഹചര്യമാണ് ഇത്. ഗൗരവമായൊരു ഇതിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് ജനവാസ മേഖലയാണ്. അനവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്നിടത്താണ് കടുവയുടെ സാന്നിധ്യം ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം എല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് വനത്തിനുള്ളിൽ വെച്ചാണ് തെരച്ചിലിനിടയിൽ ഈ RRT അംഗത്തിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ 100ഓളം വരുന്ന വനപാല സംഘം ഇവിടെ ഇവിടെ ക്യാമ്പ് ചെയ്താണ് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ തെരച്ചിലിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇയാളെ കടുവ ആക്രമിച്ച ആ വനമേഖലയിൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിലുകൾ നടക്കുന്നത്. നന്ദി ശ്രീ ഷമീർ. പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീറാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. ഇപ്പോൾ ഷംസാദ് മരക്കാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഷംസാദ്, ഇപ്പോഴും എങ്ങനെയാണ് അവിടെ കടുവയ്ക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത്? ഒരു RRT സംഘത്തെയാണ് ഇപ്പോൾ കടുവ ആക്രമിച്ചത്. അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായത്. കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളടക്കം പ്രദേശത്ത് നൽകിയ ഒരു സാഹചര്യത്തിൽ നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് അവിടെ? തീർച്ചയായും പരിക്കേറ്റ RRT അംഗം ജയസൂര്യയുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അദ്ദേഹത്തിന്റെ വലത് കൈക്കാണ് പരിക്കേറ്റത്. അദ്ദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഷീൽഡ് കൊണ്ട് കടുവ ദേഹത്തേക്ക് ചാടി വീണപ്പോൾ തടഞ്ഞു. കടുവയുടെ നഖം കൊണ്ട് അദ്ദേഹത്തിന് കൈക്ക് പരിക്ക് പറ്റി. അത് നമുക്ക് ഗുരുതരമല്ല എന്നറിയുന്നതോടുകൂടി ആ ഒരു അപകടത്തിൽ ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷെ കടുവ ഫോറസ്റ്റിനകത്ത് നിൽക്കുകയും എന്നാൽ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ആളൊഴിയുന്ന സമയങ്ങളിൽ ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ കടുവയുടെ തെരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. കടുവയെ വെടിവെച്ചിട്ടുണ്ട്. പക്ഷെ അത് കടുവയ്ക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പൂർണ്ണമായി നമുക്ക് ഉറപ്പില്ല. കാരണം 8 പേരടങ്ങുന്ന സംഘമായിരുന്നു തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജയസൂര്യയുടെ മേലേക്ക് ചാടിയ സമയത്താണ് അതിനകത്ത് കൃത്യമായി കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഫോറസ്റ്റുകാർക്ക് അതിലൊരു ധാരണയില്ല. അതുകൊണ്ട് അവർ വീണ്ടും അവിടെ പരിശോധന ശക്തമായി നടത്തുന്നുണ്ട്. ആ പ്രദേശത്ത് കടുവാക്രമണം ഉണ്ടായ പ്രദേശത്ത് അത് വനത്തിനകത്താണ്. അപ്പോൾ അവിടെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ആളുകളെല്ലാം മാറ്റി പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും ആളുകൾ ടീമായി തിരിഞ്ഞു തന്നെ പരിശോധന നടത്തുന്നുണ്ട്. മയക്കുവെടി വെക്കുന്നതിൽ വിദഗ്ധനായ വെറ്റിനറി സർജൻ അരുൺ സക്കറിയും സ്ഥലത്തുണ്ട്. എല്ലാവരും ആ പ്രദേശത്ത് തെരച്ചിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് അവസാനം കിട്ടിയ വിവരം. ശ്രീ ഷംസാദ് മരക്കാർ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന, ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന നരഭോജി കടുവയെ പിടികൂടി വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ്. നിരവധി ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ജനങ്ങളുടെ ആശങ്ക അവർ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ പഞ്ചാരക്കൊല്ലിയിൽ ഉണ്ടാവുന്നത്. കാരണം ആദ്യത്തെ ദിവസം രാധയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയതിനു ശേഷം ജനങ്ങൾ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് പറയുകയും വലിയ പ്രതിഷേധങ്ങൾക്ക് പഞ്ചാരക്കൊല്ലി സാക്ഷ്യം വഹിക്കുകയും ചെയ്തതാണ്. ആ സമയത്തും കടുവ വീണ്ടും ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടാകും എന്നുള്ളത് ജനങ്ങൾ പറയുന്നതും അവിടുത്തെ ആളുകളുടെ ആശങ്കയായിരുന്നു. പക്ഷെ ഇന്നത് ഫോറസ്റ്റിലൊരു ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ വീണ്ടും നമ്മളുടെ ആശങ്ക, അവിടെ താമസിക്കുന്ന ആളുകളുടെ ആശങ്ക വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഇന്നലെ രാത്രി അവിടെ നിന്ന് കുറച്ച് ദൂരം അപ്പുറമുള്ള പടമല എന്ന് പറയുന്ന പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായി എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതും മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭാഗമാണ്. അപ്പൊ ഈ പഞ്ചാരക്കൊല്ലിയിൽ കണ്ട കടുവ അങ്ങോട്ട് പോയതാണോ എന്നുള്ളതും പരിശോധിക്കണം. അല്ലെങ്കിൽ വേറെ കടുവയാണോ, അല്ലെങ്കിൽ ഈ കടുവ കാട്ടിനകത്തേക്ക് തിരിച്ചു വന്നതാണോ എന്നുള്ളതൊക്കെ ഒരു ആശങ്കയായി നിൽക്കുക. ഒരു പ്രദേശം എന്ന് പറയുന്നത് 3-4 വാർഡുകൾ ചേരുന്ന ഒരു വലിയ പ്രദേശമാണ്. പിലാക്കാവ്, പഞ്ചാരക്കൊല്ലി, ചെറക്കര, അങ്ങനെ 4 വാർഡുകൾ ചേരുന്ന പ്രദേശമാണ്. വലിയ രീതിയിൽ ആൾതാമസമുള്ള പ്രദേശമാണ്. അതിനോടൊപ്പം തന്നെ ഒഴിഞ്ഞ എസ്റ്റേറ്റുകളും തേയിലത്തോട്ടങ്ങളും ഉള്ളത് കൊണ്ട് കടുവയ്ക്ക് സ്വൈര്യമായി സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ടെറിട്ടറിയാണ് അവിടെ ഉള്ളത്. കാരണം തൊട്ടടുത്ത് ഫോറസ്റ്റ് ആണ്, പിന്നീട് ആളൊഴിഞ്ഞ തോട്ടങ്ങളും ഉള്ളത് കൊണ്ടും നമുക്ക് അത്രയും പെട്ടെന്ന് ഈ കടുവയെ കണ്ടെത്തുക എന്ന് പറയുന്നതും പ്രയാസകരമായിരിക്കും. പക്ഷേ ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ആ ശ്രമം നടക്കുന്നുണ്ട്. ഇനി നമുക്ക് നടപടി എന്ന് പറയുന്നത് കടുവയെ അടിയന്തരമായി വെടിവെക്കുക എന്നുള്ളതാണ്. അത് ഏത് രീതിയിൽ എന്നുള്ളതും ഫോറസ്റ്റ് തീരുമാനിക്കപ്പെടാവുന്നതാണ്. കാരണം 2 മനുഷ്യരെയാണ് കടുവ ആക്രമിച്ചത്. ഒരാൾ മരണപ്പെട്ടു, ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഇനി നമുക്ക് കൂട് വെച്ച് പിടിക്കുക എന്ന് പറയുന്ന ആദ്യത്തെ സാധ്യതയാണ്. ആ സാധ്യത ഇനി അവിടെ ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം കൂട് വെച്ച് നമ്മൾ കാത്തിരുന്ന് വെയിറ്റ് ചെയ്തൊക്കെ കടുവയെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് വയനാട്ടിൽ. പക്ഷെ ആ കടുവയൊക്കെ കൂട് വെച്ച് നമ്മൾ പിടിക്കുമ്പോഴും വലിയ രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടത്തുന്ന ഒരു കടുവയായതുകൊണ്ട് ഇനി കൂട് വെച്ച് പിടിക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. അടിയന്തരമായി മയക്കുവെടി വെച്ചോ വെടിവെച്ച് പിടിക്കുകയോ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഫോറസ്റ്റ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയും വേണ്ടി വരും.
നന്ദി ഷംഷാദ് മരക്കാർ. പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാറാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. തിരച്ചിലിനായി പോയ RRT അംഗം ജയസൂര്യയ്ക്കാണ് പരിക്കേറ്റത്. ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി. ജയസൂര്യയുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. അതുപോലെ തന്നെ നരഭോജി കടുവയെ പിടികൂടി വെടിവെച്ചു കൊല്ലാനുള്ള നടപടികൾ തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്.